ദൈവമക്കൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാൻ സാത്താനെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് അനേകർക്കും സാത്താനെ വലിയ പേടിയാണ്. പ്രിയമുള്ളവരെ, നമ്മളെപ്പോലെ വെൽ സെക്യൂർഡ് ആരും ഈ ഭൂമിയിലില്ല. ജമ്മു കാശ്മീരിൽ എനിക്ക് 15 ലക്ഷം പറഞ്ഞിട്ട് എൻ്റെ തലയ്ക്ക് വേണ്ടി പറഞ്ഞിട്ട് എത്ര വർഷങ്ങളായി. ഇപ്പം അത് കഴിഞ്ഞ് 10 ലക്ഷം വേറെടുത്ത് പറയുന്നു. എൻ്റെ കൈക്കും കാലിനും 5-5 ലക്ഷം പറയുന്നു. ഇന്ന് ഞാൻ ഒരു ബോഡി ഗാർഡും കൂടാതെ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്ത് കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ വിചാരിക്കുന്നു പ്രസിഡന്റ് ഒബാമയുടെ സെക്യൂരിറ്റിയെക്കാളും എൻ്റെ സെക്യൂരിറ്റി വലുതാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ച് നടക്കുന്നത്. ചൈനയിലായിരുന്നാലും ഫിലിപ്പീൻസിലായിരുന്നാലും എന്നെ 3 പ്രാവശ്യം ചൈനയിൽ അറസ്റ്റ് ചെയ്തു. എന്നിട്ടും ജയിലിൽ പോകാൻ ദൈവം അനുവദിക്കാതെ എന്നെ അവർ കടത്തിവിടുവാനിടയായി. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ അല്ലെ പ്രസിഡന്റിയോ സെക്യൂരിറ്റിയേക്കാൾ വലിയ സെക്യൂരിറ്റിയാണ് ഒബാമ അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് അമേരിക്ക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിയെക്കാളും ഫുൾ പ്രൂഫ്, ഒരു തെറ്റും കൂടാതെ കാക്കുന്ന സെക്യൂരിറ്റിയാണ് എനിക്കുള്ളത്. ഉദാഹരണമായി ഞാൻ നിങ്ങളുടെ ഭയം മാറുവാൻ വേണ്ടി ആ കാര്യം പറയട്ടെ. ഈ കഴിഞ്ഞ മാസം ജമ്മുവിലെ തലാബ്തിലോ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ ഞങ്ങൾ താമസിക്കുന്നതിന് അവിടെ ഒരു 2-3 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരെയുണ്ട്. അവിടെ വലിയൊരു ക്ഷേത്രമൊക്കെയുണ്ട്. അവിടെ ഒരുപാട്, അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ആ ചുറ്റുപാട് ഞങ്ങളിങ്ങനെ നടന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ ധൈര്യത്തിന് വേണ്ടി പെട്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ചിലർ രക്ഷയിലേക്ക് വന്നു. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പ്രവചിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിയുണ്ട്. ഒരു നല്ല പഠിപ്പുള്ള ഒരു സഹോദരിയാണ്, ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നതാണ്. ആ സഹോദരി മേൽ ഒരു ദൈവം വരും, ഒരാത്മാവ് വരും, ഒരമ്മ, അവിടുത്തെ കാളിയമ്മ പോലെ ഒരു അമ്മ വരും. അപ്പോൾ ആ സഹോദരിയുടെ അടുക്കൽ ആളുകൾ, വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സും മറ്റുള്ളവരെല്ലാം ചെന്ന് ക്യൂ ലൈനിൽ നിൽക്കും. അവർ ചോദിക്കുന്നു, അവരുടെ മേൽ ആ ദൈവം വന്നു കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാം റെഗുലറായിട്ട് വരും. അവർ ചുവന്ന തുണിയൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല പഠിപ്പുള്ളൊരു സഹോദരിയാണ്. അവരെ പ്രവചിക്കും, ഇന്നതാണ്, അപ്പം നിൻ്റെ പണം ഇവിടെ പോയി, നിൻ്റെ ഇത് നടക്കും, അത് നടക്കും, എല്ലാം. അപ്പം അങ്ങനെ ആ ക്ഷേത്രത്തിന് വലിയ പേര് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ആ സഹോദരിയുടെ അടുത്തൊരു ബന്ധുക്കാർ ഞങ്ങളുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ഞങ്ങൾ എന്തുവാ പ്രാർത്ഥിക്കുന്ന അറിയാൻ ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ, ഞങ്ങൾ ജമ്മുവിൽ വാടക വീട്ടിൽ താമസിക്കുന്നു, അവിടേക്ക് വന്നു. അപ്പോൾ ആ സഹോദരിയോട് വന്ന 2-3 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, എനിക്ക് തലവേദന ഉണ്ടാകുന്നു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സഹോദരിയുടെ തലയിൽ കൈവച്ചപ്പോഴത്തേക്ക് ആ സഹോദരിയുള്ളതായ ദുഷ്ടാത്മാവ് വെളിപ്പെട്ടു. അങ്ങനെ ഓരോന്നായി 12 ദുഷ്ടാത്മാക്കളെ ഇറക്കി വിട്ടു ആ സഹോദരിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സഹോദരി ആ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടല്ല വരുമാനം ഇതായിട്ടിരുന്ന നല്ല ഇതാണ്. അപ്പോൾ ആ സഹോദരി ക്ഷേത്രത്തിൽ പോകാതായി, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പശുത്താത്മാവ് പ്രാപിച്ചു, ബഹളമായി. അപ്പോൾ അവരുടെ സ്വന്തക്കാർ ആ ക്ഷേത്രം നടത്തിപ്പുകാർ. അപ്പോൾ അവരെ അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ അവരൊരുപാട് ഭൂതങ്ങളെയും ദുഷ്ടാത്മാക്കളെയും മന്ത്രം ചെയ്ത് അയക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു ദിവസം, അപ്പോൾ ഇവരെ പലരെ വന്ന് ശല്യം ചെയ്യുന്ന, ഇവർ പുതിയ വിശ്വാസികളാണ്, ശല്യം ചെയ്യുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ അവിടെ പോയി. രാത്രി 11 മണിക്ക് ആ ക്ഷേത്രത്തിൽ പോയി. അപ്പോൾ പൂജാരി അവിടെ ഉണ്ട്, മറ്റു പലരുണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ട് ആ ക്ഷേത്രത്തിനകത്തിരുന്നിട്ട് കുറച്ച് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കർത്താവായ യേശുക്രിസ്തുവിന് നിനക്കിവിടെ വാഴുവാൻ അവകാശമില്ല. അതുകൊണ്ട് സകല ശക്തികളും ഈ ക്ഷേത്രം വിട്ട് പൊയ്ക്കൊള്ളണം എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനിഞ്ഞ് പോന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആ പൂജാരിയോട് തന്നെ ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം തരാൻ പറഞ്ഞു. ആ വെള്ളം തന്നിട്ട് ഞാൻ ആ വെള്ളം, അപ്പോൾ 10-20 വിഗ്രഹങ്ങൾ അവിടെ ഉണ്ട്, വലിയ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഈ വെള്ളം, ഈ സാധാരണ ദൈവങ്ങൾക്ക് ഈ വെള്ളം കൊടുക്കുക എന്നൊരു പരിപാടിയുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വെള്ളത്തെ ഓരോരുത്തടുത്താണ് ഇങ്ങനെ തളിച്ചടിച്ച് ഇങ്ങനെ പോകുന്നു. അപ്പോൾ പൂജാരി നോക്കി നിൽപ്പുണ്ട്, 10-12 പേരും അവിടെ നോക്കി നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പോകുന്നതിൻ്റെ 2 മണിക്കൂർ കഴിഞ്ഞപ്പം ദൈവം എവിടെയോ വെളിപ്പെട്ടു. അവരുടെ പൂജാരിയുടെ വീട്ടിൽ ക്ഷേത്രത്തിൽ നിന്നെല്ലാം ഞങ്ങളെ പുറത്താക്കിയിരിക്കുകയാണ്. അവിടെ എല്ലാം യേശുവിൻ്റെ രക്തം തളിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കിനി ക്ഷേത്രത്തിൽ കയറാൻ ഒക്കുകയില്ല. ആ വെള്ളം തളിച്ചവൻ്റെ രക്തം ഞങ്ങൾക്ക് തന്നല്ലാതെ ഞങ്ങളിനി അടങ്ങുകയില്ല. കാളിദേവി പറയുകയാണ്. അപ്പോൾ അതവർ ഘോഷിച്ചിട്ട് പറഞ്ഞു, എന്നെ ശാമുവേലിനെ കൊന്ന്, അപ്പോൾ അവർ വലിയ ധനാട്യന്മാരാണ്, കൊന്നിട്ട് അവൻ്റെ രക്തം ആ ക്ഷേത്രത്തിൽ തളിക്കുക തന്നെ. അതിനെല്ലാവരും വലിയ ആൾക്കൂട്ടങ്ങളൊക്കെ കൂടി 5 ദിവസം അവർ വളരെ അധ്വാനിച്ചു. ഞാൻ പോകുന്നതിന് ചുറ്റുപാടും അവരെ പതിയിരിപ്പുകാരെ ആക്കി.
എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും പോയി ആ വീട്ടിൽ യോഗങ്ങൾ നടത്തി പ്രാർത്ഥന നടത്തി മടങ്ങി വന്നു. ഉള്ളിൽ തളർന്ന് അങ്ങ് ക്ഷീണിച്ചു. ഞാൻ പറഞ്ഞത്, ഈ കഴിഞ്ഞ മാസം നടന്ന ഇത്രയും ഘോരമായ യുദ്ധം, ഇപ്പം അവരിൽ ചിലർ ഇപ്പം കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കാൻ മുൻപോട്ട് വന്നിരിക്കുക. ഞങ്ങൾക്കെതിരായിട്ട് നിന്നവർ ചില ഭവനങ്ങൾ കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഇപ്പോൾ അതിനടുത്ത ക്ഷേത്രത്തിന് അടുത്തൊരു ആരാധന ആരംഭിച്ചു. ഞായറാഴ്ച ക്ഷേത്രത്തിന് അടുത്ത കോമ്പൗണ്ടിൽ അവരുടെ ബന്ധുക്കാരുടെ. ഞാൻ പറഞ്ഞത്, നമ്മളെ പോലെ സുരക്ഷിതമായി കാക്കപ്പെട്ടുന്നവർ ഈ ലോകത്തിൽ ആരുമില്ല. അതുകൊണ്ട് സാത്താനെ പേടിച്ച്, ഈ ദൈവങ്ങളെ പേടിച്ചൊന്നും നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് എത്രമാത്രമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ ജനിക്കപ്പെട്ടവരാണ്. സ്തോത്രം. നമ്മൾ കയറി വന്നവരല്ല. ഈ വഴിയടുക്കിലൊക്കെ നിൽക്കുന്ന പാവപ്പെട്ടവർ ഭിക്ഷ ചോദിച്ച് അകത്ത് കയറി വന്ന് ദൈവത്തിന് നമ്മളോട് ദയ തോന്നിയെങ്കിലും നമ്മൾ കർത്താവിൻ്റെ ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്നത് നിയമപ്രകാരമാണ്. എന്താ നിയമം? അവൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൂതന്മാർ നമുക്ക് കാവലായി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ദൂതന്മാർ? മത്തായിയുടെ സുവിശേഷം 18:10 വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 18:10, മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 10 വായിച്ചാട്ട്. അതെ, ഈ ചെറിയവരിൽ ഒരുത്തൻ്റെ. അപ്പോൾ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാരുടെയും ആരുടെയെല്ലാം ഹൃദയത്തിൽ പുതിയ വീണ്ടും ജനനത്തിൻ്റെ വിത്ത് വന്നിട്ടുണ്ടോ അവർക്കെല്ലാം ദൂതന്മാർ കാവലുണ്ട്. എല്ലാവർക്കും ദൂതന്മാർ കാവലുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു ഇതിനു വേണ്ടി ഈ ക്ഷേത്രത്തിനടുത്ത് അതിൻ്റെ പ്രധാന ഒരു അദ്ദേഹം എയർലൈൻസിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണി, അവരെല്ലാം രക്ഷിക്കപ്പെടുന്നു. പഠിപ്പുള്ളവരാണ് പുള്ളി. അപ്പോൾ അവരെല്ലാം അവരുടെ കുലദൈവതങ്ങളുണ്ട്, അതിനെല്ലാം വിട്ടേച്ചു വന്നതിൻ്റെ ഭയം അവർക്കുണ്ട്. അപ്പം എനിക്ക് എപ്പോഴും വിധിയും ഞങ്ങൾക്ക് ഭയമാകുന്നു. ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചു, കർത്താവേ, അവരുടെ വിടുതലിനായി അയച്ചിരിക്കുന്ന ദൂതനെ ഒന്ന് കാണിച്ചു കൊടുക്കണമേ, അവരുടെ കണ്ണൊന്ന് തുറക്കണമേ. കാരണം എപ്പോഴും ഭയമാണ്. ക്ഷേത്രം നടത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു രാത്രി എനിക്ക് 12-1 മണി ആയപ്പോൾ മൊബൈൽ ടെലിഫോൺ വരികയാണ്. ഞാനൊരു വലിയ ആളിനെ കാണുന്നു. അവരുടെ വീടിൻ്റെ അടുത്തൊരു എയർടെലിൻ്റെ ഒരു മൊബൈൽ ടവറുണ്ട്. ആ ടവറിനേക്കാളും വലുതാണ്. വെള്ളം മുഴുവൻ, തല മുതൽ പാദം വരെ മുഴുവനും വെള്ളമാണ്. കാൽ തറയിൽ തൊട്ടിട്ടില്ല. ഇങ്ങനെ അവിടെ ഇവിടെയായി ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഞാൻ ചോദിച്ചത് കണ്ടിട്ട് ഭയം വന്നു. ഭയം തോന്നുന്നില്ല, എന്നെ കണ്ടിട്ട് പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, സഹോദരി, നിന്നെ കാപ്പാനായി ദൈവം അയച്ച ദൂതനെ നിന്നെ ഒന്ന് കാണിക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ആ സഹോദരി പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇനി ഞാൻ ഒരു ദൈവങ്ങളെയും പേടിക്കുകയില്ല. ആ സഹോദരി മറ്റു പലരോട് സാക്ഷി പറയാനിടയായി. പലരോട് പറഞ്ഞു, എനിക്കിനി ഒരു ദൈവങ്ങളെയും പേടിയില്ല, കാളിയെയും പേടിയില്ല, ശിവനെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. ആ ഒരു ദൂതന്റെ മുൻപായി ഇവരൊന്നുമില്ല. ഒരു ഹിന്ദു സഹോദരി രക്ഷിക്കപ്പെട്ട് വന്നിട്ട് 2 മാസമേ ആയുള്ളൂ. 2 മാസമേ ആയിട്ടുള്ളൂ, 2-2.5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്റെ ദൂതനെ ഒന്ന് കാണിച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിൽ ചെറിയവർ. എന്തുകൊണ്ടാണ് ദൂതന്മാർ നമ്മൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത്? ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ ഫിലിപ്പിൻ്റെ അവരുടെ മക്കൾ ഒക്കെ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ അവരുടെ പോലീസ് കൂടെ പോകുന്നുണ്ട്, ബ്രിട്ടീഷിൻ്റെ സൈന്യം കൂടെ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? റോയൽ ബ്ലഡ്, രാജകീയ രക്തമാണുള്ളത്. രാജകീയ രക്തം ഉള്ളത് കൊണ്ട് ആർക്ക് പോയേ ഒക്കുള്ളൂ? ബ്രിട്ടീഷ് പടയാളികൾ പോയേ ഒക്കുള്ളൂ. പ്രിയ സഹോദര, നമ്മിൽ ആ വചനമാകുന്ന വിത്ത് വസിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് വേണ്ടി എപ്പോഴും അവൻ്റെ ദൂതന്മാർ കാവലുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഭയപ്പെട്ട് ജീവിക്കരുത്. ഹല്ലേലൂയ. ഭയപ്പെട്ട് ജീവിക്കരുത്. ശരിയാണ്, നമ്മൾ കുറ്റങ്ങൾ വരും, കുറവുകൾ വരും. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങളുടെ മകൻ ഒരു തെറ്റ് ചെയ്തു. അവനെ പിടിച്ച് 2 അടി അടിക്കാനായിട്ട് നിങ്ങൾ വഴിയിൽ നിർത്തി. വടിയെടുത്ത് അടിക്കാൻ തുടങ്ങുക കോപത്തോടെ. അന്നേരം ഒരു പേപ്പട്ടി അതിലേ വന്നു. പേപ്പട്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എടുത്താൽ കുഞ്ഞിനെ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുമോ?
പറഞ്ഞാട്ടെ, അങ്ങനെ ചെയ്യുന്ന വല്ല പിതാക്കന്മാരോ മാതാക്കളോ ഉണ്ടോ? എത്ര കോപണിലും പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് എന്ത് ചെയ്യും? തോളത്ത് വയ്ക്കും. മനുഷ്യരാകുന്ന നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സാധാരണ ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവം അനുവദിക്കാതെ ഒരു തലയിലെ തലമുടി പോലും നിലത്ത് വീഴുന്നില്ല. നിങ്ങൾക്കധികം അപകടങ്ങൾ നേരിട്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എത്ര അപകടങ്ങളാണ്, എത്ര 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 മരണത്തിൻ്റെ എത്ര പേര് എനിക്കെതിരായി നിൽക്കുന്നു, എത്ര എത്ര കഠിനമായി എത്ര പേര് എന്നെ കൊന്നിച്ചേ ആഹാരം കഴിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ എത്ര പ്രാവശ്യമുണ്ടായി. ഒരു പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യമുണ്ടായി. എന്നിട്ടും എത്ര പ്രാവശ്യം ഉപദ്രവങ്ങൾ സഹിച്ചു, എത്ര പ്രാവശ്യം. എന്നിട്ടും ഇന്നും ജീവനോടിരിക്കുന്ന എന്താണ്? സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ തലയിലെ തലമുടി പോലും ആർക്കും എടുത്തു കളയുവാൻ കഴിയുകയില്ല. സ്തോത്രം. അതുകൊണ്ട് ഭയപ്പെട്ട് ജീവിക്കാതെ ദൈവം നമ്മിൽ, ഞാൻ അവൻ്റെ കുടുംബത്തിൽ ജനിച്ചവനാണ്, ഞാൻ അവൻ്റെ കുടുംബത്തിൽ ജനിച്ചവളാണ്. എബ്രായലേഖനം 1-ാം വായിച്ചാണ്. ഹിബ്രു ചാപ്റ്റർ 1 verse 13 and 14. എബ്രായലേഖനം 1:13-14 വായിച്ചാണ്. ഹിബ്രു എബ്രാനി 1:13-14. ഇവിടെ നമ്മുടെ സേവയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന ദൂതന്മാർ, ഹിന്ദി മേപ്പെടും.